തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്തി LDF. 1.5 വർഷം മുൻപ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഇടതുമുന്നണി മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ LDF-നായി. 1.5 വർഷത്തിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ബഹുഭൂരിഭാഗം വോട്ടുകളും വടകരയിൽ ഇടതുപക്ഷത്തേക്ക് തിരികെ എത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ ചേർന്നാൽ 37,000-ൽ പരം വോട്ടിന് LDF മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ LDF-നായെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു പരാജയം ഞങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോഴും ആ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് പാറ്റേൺ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കൂത്തുപറമ്പും അതേപോലെ തന്നെ തലശ്ശേരിയും. അവിടെ 47,000 ചില്ലാണം വോട്ടിൻ്റെ ലീഡിംഗ് LDF-നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് കോഴിക്കോട് ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിലായി കിട്ടിയത് 7,20,096 വോട്ടുകളായിരുന്നു. UDF-ന് 10,25,375 വോട്ടുകളും NDA-ക്ക് 2,63,017 വോട്ടുകളും ലഭിച്ചു. 3,05,279 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജില്ലയിലാകെ UDF-നുണ്ടായത്. തദ്ദേശ ഫലം പരിശോധിച്ചാൽ LDF 1 ലക്ഷത്തിൽ പരം വോട്ട് വർദ്ധിപ്പിച്ച് 8,23,773 വോട്ടാക്കി മാറ്റി. UDF-ന് 8,62,109 NDA-ക്ക് 2,43,687 വോട്ടുകളും ലഭിച്ചു. UDF-ന് 1,60,000-ൽ പരം വോട്ടുകൾ കുറഞ്ഞപ്പോൾ NDA-ക്ക് കുറഞ്ഞത് 20,000 വോട്ടുകളാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.